നമസ്കാരം. മാർച്ച് മാസത്തിൽ സംഭവിക്കുന്നതായ മഹാശനി മാറ്റത്തോടെ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ അടിപൊളി മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 2.5 വർഷത്തിന് ശേഷം ശനി മൂല ത്രികോണ രാശിയായ കുംഭം വിട്ട് വ്യാഴത്തിന്റെ രാശിയായ മീനത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു ഗ്രഹം മറ്റൊരു രാശിയിലേക്ക് കടന്നതിന് ശേഷം അതിൽ ഉദയവും അസ്തമയവും സംഭവിക്കാറുണ്ട്. മഹാശനി മാറ്റത്തിന് ശേഷം മീനത്തിൽ ശനിയുടെ ഉദയമാണ് സംഭവിക്കാൻ പോകുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്നതായ സമയമാകുന്നു. വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ശനിയുടെ സ്വാധീനം ഒരു രാശിയിൽ ഒരു നക്ഷത്രത്തിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ദീർഘകാലമായി തന്നെ അത്തരം അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഇവർ വിചാരിച്ച് ലഭിക്കാത്തതായ പല കാര്യങ്ങളും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറും. ആ നക്ഷത്രക്കാർ, ആ രാശിക്കാർ ഇവരാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഉദയം ഒരു ഭാഗ്യോദയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങളുടെ കർമ്മഭാവത്തിലാണ് ശനി ഉദിക്കാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലും അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഉയർച്ചയും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതായ അസുലഭമായ മുഹൂർത്തം. തൊഴിൽ രഹിതരായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, തൊഴിൽപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗത്ത് സംതൃപ്തിയാണ് ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക. ഈ കാലയളവിൽ പ്രത്യേകിച്ചും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കരിയറുമായി ബന്ധപ്പെട്ട് അനവധിയാർന്ന വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. പരിശ്രമങ്ങൾക്കെല്ലാം തന്നെ അർഹിക്കുന്നതായ ഫലം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പലതും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, പണം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായ പ്രതിസന്ധികൾ അകന്നു പോകും. പുതിയ വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അത്തരത്തിലുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. മിഥുനം രാശിയുടെ 8, 9 ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് ശനി എന്നുകൂടി നാം അറിയേണ്ടതായിട്ടുണ്ട്. ശനിയുടെ ഉദയത്തോടെ തന്നെ സാമ്പത്തികപരമായ അഭിവൃദ്ധി, കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ശോഭിക്കുക, പൂർത്തിയാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ പോലും അത് തരണം ചെയ്ത് അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഏതൊരു കാര്യവും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ, തന്മൂലം പ്രശംസ, അംഗീകാരങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കാം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാർക്കും ശനിയുടെ ഉദയം ശുഭകരമായ ഫലങ്ങളാണ് ജീവിതത്തിൽ നൽകുക. ഇവിടെ 4-ാം ഭാവത്തിലാണ് ശനി ഉദിക്കാനായി പോകുന്നത്. തന്മൂലം ഇവർക്ക് സുഖ സൗകര്യങ്ങൾ, ആഡംബരം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഇവർക്കുണ്ട്.
അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. വാഹനം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായ ലാഭം ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും കൊണ്ടുവരുവാൻ, സാമ്പത്തികപരമായ ലാഭങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രതികൂലമായ പല കാര്യങ്ങളെയും തരണം ചെയ്ത് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും സാമ്പത്തിക സുഖം അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങളുമുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ സമയം പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ശനിയുടെ ഉദയം ഇടവം രാശിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും ശനിയുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ വരുമാനവുമായി ബന്ധപ്പെട്ടും ലാഭവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ശനി ഉദിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. തന്മൂലം സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങൾക്ക് വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ശമ്പള വർധനവ്, പൂർവിക സ്വത്തുക്കൾ ലഭിക്കുക, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തിക നില നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാവുന്നതുമാണ്. വിജയവും ലാഭവും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം. പൊതുവിൽ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രധാനമായും തടസ്സങ്ങൾ അഭിമുഖീകരിച്ചിരുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭകരമായ വാർത്തകൾ, പ്രണയ സാഫല്യം, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടിയിരുന്നില്ല എന്ന്